വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, SSF വിമണ്ണ സെക്ടർ സാഹിത്യോത്സവ വേദിയിൽ കഥ കേൾക്കാനെത്തിയ എന്റെ പ്രിയ കൂട്ടുകാരെ, ആനന്ദവും പെയ്തിറങ്ങുന്ന വർണ്ണപ്പകിട്ടാർന്ന ഈ സാഹിത്യോത്സവ വേദിയിൽ നിങ്ങൾക്കൊരു കൊച്ചു കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധമായ ഹിജ്റയ്ക്ക് മുമ്പുള്ള സംഭവബഹുലമായ ചരിത്ര പുസ്തകത്തിൽ നിന്നും ചെറിയൊരു ഏട്. കഥയുടെ പേര് പ്രവാചകർ പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് പണ്ടേ അറബികൾക്കിടയിൽ തൻപേർമയും തറവാട് മഹിമയും ഗോത്രവർഗ സമാവാക്യങ്ങളും കോട്ടിക്കുത്തി വാണിടുന്ന കാലം. ഞങ്ങളാണുള്ളവരെന്നും മഹത്വമുള്ള ഗോത്രക്കാരെന്നും ഓരോരുത്തരും വേണി നടിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും സംഘർഷങ്ങൾ വരെ പതിവാക്കുകയും ചെയ്തിരുന്ന മക്കൾക്കാർക്കിടയിൽ അന്നൊരു ദിവസം വലിയൊരു തർക്കം ഉടലെടുത്തു. മക്കയിലുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കം കാരണം കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കഅബ പുതുക്കി പണിയാൻ മക്കക്കാർ തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ കഅബ പുതുക്കി പണിയുന്നതിൽ പങ്കാളികളായി. ചിലർ കല്ല് ചുമക്കുന്നു, മറ്റു ചിലർ മണ്ണ് കൊണ്ടുവരുന്നു. ഒരു കൂട്ടം പേർ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു. പടവറിയുന്നവർ ഭംഗിയായി കഅബ പടുത്തുയർത്തുന്നു. അങ്ങനെ കഅബയുടെ പുതുക്കി പണിയൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. കഅബാലയത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സ്വർഗീയ കല്ല് ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് ആര് സ്ഥാപിക്കും? അവർക്കിടയിൽ തർക്കമായി. ഓരോ ഗോത്രക്കാരും ഹജറുൽ അസ്വദ് സ്ഥാപിക്കാൻ ഞങ്ങളാണ് അർഹരെന്ന് വാദിച്ച് രംഗം വഷളാക്കി. ഞാൻ നിൽക്കാം, ഞാൻ നിൽക്കാം, ആരും വിട്ടുകൊടുക്കുന്നില്ല. പലരും പല വഴികളും പറഞ്ഞെങ്കിലും ആരും സ്വീകരിച്ചില്ല. അങ്ങനെ തർക്കം മൂർച്ഛിച്ച് സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഘട്ടം വന്നപ്പോൾ കൂട്ടത്തിലുണ്ടായ മുതിർന്ന ഒരാൾ ഒരഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇനി കഅബാലയത്തിലേക്ക് ആദ്യം വരുന്നയാളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹം പറയുന്ന എന്ത് പരിഹാരം സ്വീകരിക്കാനും നാം തയ്യാറാവണം. എല്ലാവരും സമ്മതിച്ചു. ഇനി കഅബയിലേക്ക് ആദ്യം വരുന്നത് ആരാണ്? ഓരോരുത്തരും പ്രതീക്ഷയോടെ വഴിയോരങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുകയായി. കുറച്ചു സമയത്തിനകം അതാ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ആരാണത്? എല്ലാവരും ആകാംക്ഷയോടെ വരുന്നയാളെ തന്നെ നോക്കി നിന്നു. അടുത്തെത്തിയപ്പോഴല്ലേ കൂടുന്നവരുടെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് പ്രകാശിച്ചു. ഹൗ, സമാധാനമായി, നമ്മുടെ നബിയാണല്ലോ വരുന്നത്. എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ. അവിടെ കൂടി നിന്നവരെല്ലാം മുത്തുനബിയോട് നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. എല്ലാം ക്ഷമയോടെ കേട്ടതിനു ശേഷം തങ്ങളൊരു വിരിപ്പ് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ആ വിരിപ്പ് നിലത്ത് വെച്ച് ഹജറുൽ അസ്വദ് ബഹുമാനപൂർവ്വം അതിലേക്ക് എടുത്തു വെച്ചു.